നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ നമ്മളുടെ മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ സംവിധായകൻ്റെ ഒരു കരിയർ ഗ്രാഫ്, അത് ഒരു ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ ടർബോ സിനിമ മാറാനുള്ള സാധ്യത കുറേ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും, കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകാം. എന്തായാലും ഈ 16-ാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ച സിനിമ റിലീസിനെത്തുവാണ്. വൻ പ്രതീക്ഷയിൽ തന്നെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് മൂവിയായിട്ടാണ് ഈ സിനിമ വരുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തന്നെയും നമുക്കറിയാം, ബിപിൻ ദാസ് ഒട്ടും മോശക്കാരനല്ല, അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. മുത്തുഗൗ ആണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നല്ലൊരു ക്വാളിറ്റി തന്ന ഒരു സിനിമയായിരുന്നു മുത്തുഗൗ ആണെങ്കിൽ. രണ്ടാമതായിട്ട് അന്താക്ഷരി എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, സൈജു കുറുപ്പിനെ വെച്ചിട്ട് വേറൊരു ത്രില്ലർ മൂഡിൽ ഇങ്ങനെ ഒരു ത്രില്ലടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയായിരുന്നെങ്കിൽ, മൂന്നാമതായിട്ട് ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ, എൻ്റെ പൊന്ന് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ ആ കരിയറിനെ ഒന്നുകൂടെ ബിൽഡപ്പ് ചെയ്ത് ഒരു ജനപ്രിയ നായകനായിട്ട് ഇപ്പം വളർന്നു വരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു സിനിമയായിരുന്നു ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ. ഇങ്ങനെ 3 സിനിമകൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ വാനോളം പ്രതീക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊത്ത ഒരു ട്രെയിലർ ആണ് ഇന്നലെ റിലീസായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിൻ്റെ തിരക്കഥാകൃത്തും ഒട്ടും മോശമല്ല. ദീപു പ്രദീപ് ആണെങ്കിൽ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ആ തിരക്കഥയും കൂടെ വന്ന ആ ഒരു ട്രെയിലർ ഇന്നലെ റിലീസായപ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ട്രെയിലർ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൃഥ്വിരാജിൻ്റെ ഓവർ ഒരു ഇതൊക്കെ നമുക്ക് അഭിനയം ഒക്കെ നോക്കുമ്പം ഓവറായിട്ടൊക്കെ ചില ഭാഗങ്ങളിൽ തോന്നുന്നെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല നിലവാരമുള്ളൊരു ട്രെയിലർ ആയിരുന്നു. ഇപ്പം 5 ലക്ഷത്തിനടുത്ത് വ്യൂസ് വെറും 14 മണിക്കൂറും കൊണ്ട് വ്യൂസും സ്വന്തമാക്കി ട്രെൻഡിങ് 2-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 25,000-ത്തിലധികം ലൈക്കും ഈ 14 മണിക്കൂറും കൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ടീസറിനാവട്ടെ 30 ലക്ഷത്തിലധികം വ്യൂസ് ഉണ്ടായിരുന്നു. 70-80,000 ലൈക്കോളം ആ സിനിമ ടീസറിനും കിട്ടിയെന്നുള്ളത്. അപ്പം വൻ ഹൈപ്പിൽ വലിയൊരു പ്രതീക്ഷയിലാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്, പിന്നെ അതുകൂടാതെ അനശ്വര രാജൻ, നിഖില വിമൽ, ബൈജു, ജഗദീഷ് ഏട്ടൻ, പിന്നെ തമിഴിൽ നിന്നും യോഗി ബാബുവിൻ്റെ ആദ്യത്തെ മലയാള സിനിമ, ഇങ്ങനെ ഒട്ടനവധി താരനിര തന്നെ, വലിയൊരു താരനിരയുടെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ. അതും ഇന്നലെ പൃഥ്വിരാജൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, വെട്ടം, കിലുക്കം അത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ളത്. വലിയ ഒരു ചിരി മനസ്സിൽ സൂക്ഷിക്കുന്ന രീതിയിൽ എന്നും കണ്ടുകൊണ്ടിരുന്ന സിനിമ എന്നൊക്കെയാണ് പറയുന്നത് കേട്ട്. അപ്പോൾ ആ ഒരു സിനിമയുടെ ലെവലിലേക്ക് ഈ സിനിമയും എത്താൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആദ്യം തൊട്ട് അവസാനം വരെ ഞെട്ടിക്കുന്ന പ്രകടനം, അവസാനം വരെ കോരിത്തരിച്ച് ആഘോഷത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമാകത്തില്ല. അതിനുള്ള സംഭവം ട്രെയിലറിലും ടീസറിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സിനിമ ഈ വ്യാഴാഴ്ച വരുമ്പം എന്താകുമെന്ന് മാത്രം കണ്ടറിയാം. എന്തായാലും നിങ്ങൾ എത്ര പേർ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പം പൃഥ്വിരാജിൻ്റെ ഈ വർഷത്തെ 2-ാമത്തെ 100 കോടി സിനിമ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി സിനിമയായിട്ട് ചിലപ്പം ഈ സിനിമ എല്ലാം കൂടെ ഒത്തുചേർന്ന് നല്ലൊരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ, നമുക്കറിയാം ടർബോ സിനിമ ഇപ്പോൾ ഉടനെ വരുവാണ്. 23-ാം തീയതി റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നു. നാളെ വൈകുന്നേരം രാത്രി 7:30 ആകുമ്പോഴത്തേന് അതിൻ്റെ ട്രെയിലർ വരുന്നു. ടീസറില്ല, ട്രെയിലർ വരുന്നു. വലിയ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അവിടെങ്ങളായിട്ട് ചെറിയ പ്രമോഷനോ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷെ വലിയൊരു ഹൈപ്പിൽ നല്ല ബഡ്ജറ്റിലാണ് എല്ലാവരുടെയും. നമുക്കറിയാം മമ്മൂക്കയുടെ കരിയറിൽ നല്ലൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാകുമ്പം നല്ലൊരു ക്വാളിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കരിയർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമയായിരുന്നു. നമുക്കറിയാം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ടാണ് പോക്കിരിരാജ 2010 ഇറങ്ങിയ ആ സിനിമയെ കണക്കാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമ വന്നു. നല്ലൊരു
പ്രായമായ കുറേ ആൾക്കാർ കോളേജിൽ പോയിട്ടുണ്ടാകുന്ന നല്ലൊരു സസ്പെൻസ് ത്രില്ലറായിട്ട് തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. അതും നല്ലൊരു ഹിറ്റായിട്ട് ആ വർഷം മാറി എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഉണ്ണിമൂന്തനെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു സൂപ്പർ സ്റ്റാർ പദവി പോലെ ഒരു വലിയൊരു ഹൈപ്പിൽ നല്ല ജിം ബോഡിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉണ്ണിമൂന്തനെയൊക്കെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് നല്ലൊരു ത്രില്ലിംഗ് മൂവിയായിരുന്നു മല്ലു സിംഗ് എന്ന് പറയുന്നത്. ത്രില്ലർ കോമഡി മൂവി, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമ മൂന്നാമതായിട്ട് സംവിധാനം ചെയ്ത് വലിയൊരു ഹൈപ്പിൽ ഈ 3 സിനിമകളൊക്കെ ആയപ്പം തന്നെ നമ്മളുടെ വൈശാഖിൻ്റെ കരിയർ ഗ്രാഫ് ഒരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് വലിയൊരു പ്രതീക്ഷയുടെ സംവിധായകനായിട്ട് മാറി. അദ്ദേഹം ചെയ്യുന്ന സിനിമകൾക്കെല്ലാം മിനിമം ഗ്യാരണ്ടി എന്ന, കാരണം 3 വെട്ടിക്കെട്ട് പടങ്ങൾ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളും അല്ലെങ്കിൽ ഒരു കിടുക്കാച്ച് സിനിമകളും 3 വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് മാറി എന്ന് തന്നെ പറയാം. കയറി വരുന്ന സമയത്താണ് വിശുദ്ധൻ എന്ന് പറയുന്ന സിനിമ വന്നത്. എനിക്ക് പേഴ്സണലി ആ സിനിമ ഇഷ്ടമാണെങ്കിൽ തിയേറ്ററിൽ വലിയ ഒരു ഹിറ്റാകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്ന സൗണ്ട് റോമയും അത്യാവശ്യം ഹിറ്റായിട്ട് മാറി. പിന്നെ വന്ന കസിൻസും ഈ വിശുദ്ധൻ, ഈ 2 സിനിമകളാണ് ശരിക്കും പറയാൻ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി. കസിൻസൊക്കെ വമ്പൻ പരാജയമായിട്ട് പോയ സിനിമയായിരുന്നു. പക്ഷേ ഈ 2 സിനിമകളുടെ പരാജയത്തിന് ശേഷം ഒരു തിരിച്ചുവരവ് വന്നത് ഇൻഡസ്ട്രി ഹിറ്റുമായിട്ടാണ്. അത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റുമായിട്ടാണ് വന്നത്. ഒരു രക്ഷയുമില്ലാതെ ആദ്യത്തെ മലയാള സിനിമയിലെ 100 കോടി എന്ന് പറയുന്ന ആ ഒരു നേട്ടം സ്വന്തമാക്കിയ സിനിമയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരരാജ വന്നു. മധുരരാജ ആവട്ടെ അത്യാവശ്യം നല്ലൊരു ഹിറ്റായിട്ട് ആ വർഷവും മാറി. പിന്നെ നൈറ്റ് ഡ്രൈവ് വന്നു, വലിയൊരു കാര്യമായിട്ട് കോളുകളൊക്കെ ഉണ്ടാക്കിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ അവസാനം വന്ന മോൺസ്റ്റർ. ഈ 2 സിനിമകൾ, പ്രത്യേകിച്ച് മോൺസ്റ്റർ വമ്പൻ പരാജയം, വലിയ ഹൈപ്പിലൊക്കെ വന്നിട്ട് ഒരു തരത്തിലും ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാതെ വൻ പരാജയം. ലാലേട്ടൻ്റെയും വൈശാഖിൻ്റെയും കരിയറിലെ ഏറ്റവും ഫ്ലോപ്പ് സിനിമയായിട്ട് മാറിയ സിനിമയാണ് മോൺസ്റ്റർ. പിന്നെ നൈറ്റ് ഡ്രൈവ്. ഇങ്ങനെ 2 സിനിമകൾ പൊട്ടി പാളിസായിട്ട് നിൽക്കുമ്പം മറ്റേ കസിൻസും വിശുദ്ധൻ സിനിമകൾ പൊട്ടി നിന്ന 2 സിനിമകൾ പൊട്ടിയിട്ട് ഒരു കമ്മിങ് ബാക്ക് വന്നതുപോലെ ഈ ടർബോ സിനിമ, ഈ 2 സിനിമകൾ പൊട്ടി നിൽക്കുന്ന സമയത്ത് ടർബോ സിനിമയുടെ കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കളെ വേറെ റേഞ്ചിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. സാഹചര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ വർഷത്തെ ഒരു പോക്ക് നമുക്കറിയാം. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ വർഷമാണ്. അപ്പോൾ വലിയ നേട്ടങ്ങൾ കൊയ്ത്തുകളൊക്കെ കൊയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് സുനിൽ ബി ഷെട്ടി, നമ്മുടെ തെലുങ്ക് നടനുണ്ട്, പിന്നെ ഹരിയാനക്കാരനൊരു നടൻ വരുന്നുണ്ട്, രാജ്ബി ഷെട്ടിയുണ്ട്. ഇങ്ങനെ വമ്പൻ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങളെല്ലാം കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്കഥയും പിന്നെ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്കും വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടർ, പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന വിശ്വസ്തതയാർന്ന ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ മമ്മൂക്ക എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ പുലിമുരുകൻ എന്ത് തീർത്തോ ഇൻഡസ്ട്രി ഹിറ്റായോ അതുപോലെ ചിലപ്പം ഇതും മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം മലയാള സിനിമയുടെ ഒരു പീക്ക് ടൈം ആണെന്ന് തന്നെ പറയാം. 150-200 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാധ്യതയും തുറന്നിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ ഇതിൻ്റെ കളക്ഷൻ പോകുന്നു. ഇതിൻ്റെ ട്രെയിലർ വരെ നമുക്ക് കാത്തിരിക്കാം. സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം. ബൈ ബൈ.